ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ആഗോള താപനവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നോക്കാമല്ലോ നമുക്ക്, അല്ലേ? ചോദ്യം നോക്കൂ. ആഗോള താപനവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണെന്ന് വിലയിരുത്തുക. എന്താണ് ആഗോള താപനം എന്ന് പറഞ്ഞാല്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രകൃതിയില് ചൂട് അല്ലെങ്കിൽ താപം ഒരു പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗോള താപനം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആഗോള താപനം എന്ന് പറയുന്ന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ വേഗം നോക്കൂ. ആഗോള താപനത്തിന് പ്രധാന കാരണം ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവാണ്, അല്ലെ? ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥെയ്ൻ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവാണ് എന്തിന് കാരണമാകുന്നത്? ആഗോള താപനത്തിന് കാരണമാകുന്നത്. ശരിയാണോ തെറ്റാണോ ഈ പ്രസ്താവന? ശരിയാണ്. അടുത്തത് നോക്കൂ. ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യുന്ന വാതകങ്ങളാണ് ഹരിതഗൃഹവാതകങ്ങൾ. ശരിയാണോ? ശരിയാണ്, അല്ലെ? അതായത് ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യുന്ന വാതകങ്ങളാണ് ഈ പറയുന്ന ഹരിതഗൃഹവാതകങ്ങൾ. അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്ന പ്രക്രിയയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്, അല്ലെ? ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതാണ് ഹരിതഗൃഹ പ്രഭാവം. ശരിയാണോ? ശരിയാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. അപ്പൊ എന്താണ് ആഗോള താപനം എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷത്തിൽ താപനില അല്ലെങ്കിൽ ഊഷ്മാവ് ഹരിതഗൃഹവാതകങ്ങളുടെ പ്രഭാവ ഫലമായിട്ട് ഒരു ക്രമാതീതമായ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു നിശ്ചിത ലെവലിൽ നിന്ന് ഉയർന്ന ഒരു ഊഷ്മാവ് പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ആഗോള താപനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സൗരവികിരണത്തെ അന്തരീക്ഷം കടത്തിവിടുകയും ദീർഘതരംഗ രൂപത്തിലുള്ള ഭൗമവികിരണത്തെ ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. തൽഫലമായിട്ടാണ് ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യുന്ന വാതകങ്ങളെ നമ്മൾ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രാഥമിക ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം തിരഞ്ഞെടുക്കുക. അല്ലെ? ഏതൊക്കെയാണ് ഇവയിൽ നിന്നും ഹരിതഗൃഹവാതകങ്ങൾ എന്ന് വേഗം കണ്ടുപിടിച്ചോളൂ. അതായത് ഹരിതഗൃഹ പ്രഭാവത്തിന് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റിന് കാരണമാകുന്ന വാതകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത്. ഈ ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷത്തിൽ താപനില അല്ലെങ്കിൽ ഊഷ്മാവ് വർദ്ധിക്കും. ഇതിൽ ഏതൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ? പ്രാഥമിക ഹരിതഗൃഹവാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്, CFC ഉണ്ട്, മീഥെയ്ൻ ഉണ്ട്. ഇവയെല്ലാം ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി തന്നെയാണ് ഇതിൽ ശരി ഉത്തരം. കാർബൺ ഡൈ ഓക്സൈഡ്, CFC, മീഥെയ്ൻ ഇവയെല്ലാമാണ് പ്രാഥമിക ഹരിതഗൃഹവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ആരൊക്കെയാ ശരി ഉത്തരം പറഞ്ഞേ? രാഷിദ, സജിത്, ഗൗരി, ശ്രീജ, ജസ്ന, വിശ്വം, നീതു എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത്. ഓക്കെ, വെൽ ഡൺ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഓസോണുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിച്ച് തെറ്റായ വസ്തുത തിരഞ്ഞെടുക്കുക. അല്ലെ? ഓസോണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓസോണുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാലോ. തെറ്റായ വസ്തുത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്നവയാണ് ഓസോൺ പാളി. ശരിയല്ലേ? അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ കാണുന്നതാണ് ഓസോൺ പാളി. ഓക്കെ ആണോ? ശരിയാണോ? ശരിയാണോ ഈ പ്രസ്താവന? ശരിയാണ്. ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് രണ്ടാറ്റമുള്ള ഓസോൺ ആയിട്ട് മാറുന്നു. ശരിയാണോ? അതായത് ഓസോൺ എന്ന് പറയുന്നത് ഏക ആറ്റോമിക ഓക്സിജൻ ആണ്. ഇത് സാധാരണ ഓക്സിജൻ തന്മാത്രയോട് ചേർന്നിട്ട് രണ്ടാറ്റമുള്ള ഓസോൺ ആയാണോ മാറുന്നത്? അല്ല. എത്രയാണ്? 3, അല്ലെ? O3 ആണല്ലേ ഓസോൺ. O3 ആണല്ലേ, 3 നോക്കൂ. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ആണോ?
കഴിഞ്ഞ ഏതോ ഒരു എക്സാമിനും കൂടെ ആവർത്തിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ അല്ല, അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ ആണ് ശരിയായ ഉത്തരം. ഈ ഒരു പ്രസ്താവനയും തെറ്റാണ്. നാലാമത്തെ നോക്കൂ, ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. വളരെ ശരിയാണ് അല്ലെ. അതായത് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്ന വസ്തുക്കളെയൊക്കെ പതുക്കെ ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കാനുള്ള നടപടി അല്ലെങ്കിൽ അതിനുള്ള ഉടമ്പടിയാണ് എന്തെന്ന് പറയുന്നത്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? 2ഉം 3ഉമാണ് തെറ്റായ വസ്തുതകൾ. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ കാണുന്നില്ലേ? ഓപ്ഷൻ ഡി ആണ് ട്ടോ. അടുത്ത ചോദ്യം, അൾട്രാ വയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തുക. അൾട്രാ വയലറ്റ് അതായത് UV റേസ് എന്തൊക്കെയാണ്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങള് സൂര്യനിൽ നിന്ന് വരുന്ന അതിശക്തമായിട്ടുള്ള കിരണങ്ങളെയാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, അൾട്രാ വയലറ്റ് കിരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എന്തെല്ലാമാണെന്ന് വേഗം പറഞ്ഞേ. കാലാവസ്ഥാ മാറ്റം, കൃഷിനാശം, അകാല വാർദ്ധക്യം, ആഹാര ശൃംഖലയുടെ തകർച്ച. എല്ലാവരും ഞാൻ ചോദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇവയെല്ലാം അൾട്രാവയലറ്റ് കിരണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് നേരിട്ട് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് കാലാവസ്ഥാ മാറ്റം, കൃഷിനാശം, അകാല വാർദ്ധക്യം, ആഹാര ശൃംഖലയുടെ തകർച്ച അല്ലെ. അത് മാത്രല്ല സസ്യങ്ങളുടെ വരൾച്ച, മുരടിച്ചു പോവുക, അതുപോലെ തന്നെ അന്ധത, നിശാതിമിരം തുടങ്ങിയ രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ത്വക്കിലുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ, ഇതിനെല്ലാത്തിനും എന്ത് കാരണമാകും? അൾട്രാവയലറ്റ് കിരണങ്ങൾ നേരിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പതിക്കുന്നത് കാരണമാകുന്നു. ഓക്കെ അല്ലേ? അപ്പൊ UV റേസ് എന്ന് പറഞ്ഞാല് അൾട്രാവയലറ്റ് കിരണങ്ങളാണ്, സൂര്യനിൽ നിന്ന് നേരിട്ട് പതിക്കുന്ന ശക്തമായ കിരണങ്ങളാണ് ട്ടോ. അടുത്ത ചോദ്യം, ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ക്യോട്ടോ ഉച്ചകോടി നടന്ന വർഷം ഏതാണ്? എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ക്യോട്ടോ ഉച്ചകോടി എന്ന് പറഞ്ഞാല്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ് അല്ലെ. ഹരിതഗൃഹവാതകങ്ങളുമായിട്ട് ഏറെ ബന്ധമുള്ള ഈ ഹരിതഗൃഹവാതകങ്ങളുടെ എമിഷൻസിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതിന്റെ വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഏതാണ്? 1997, 1997 ഈ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോൾ ഉച്ചകോടി നടന്നത്. ജപ്പാനിലാണ് നടന്നത് അല്ലെ. ജപ്പാനിലാണ് ഈ ഒരു ക്യോട്ടോ ഉച്ചകോടി നടന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 ഓക്കെ അല്ലേ? അപ്പൊ ക്യോട്ടോ ഉച്ചകോടി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹരിതഗ്രഹ വാതകങ്ങളുടെ എമിഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രഭാവം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ക്യോട്ടോ ഉച്ചകോടി നടന്നത് 1997. മറക്കില്ലാലോ. അടുത്ത ചോദ്യം, തെറ്റായ വസ്തുത വിലയിരുത്തുക. താഴെ കുറച്ച് പ്രസ്താവനകൾ ഓർത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് തെറ്റായ വസ്തുത എന്ന് വേഗം കണ്ടെത്തിക്കോളെ. ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1975 ശരിയോ തെറ്റോ? ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1975 അല്ല, 1974 ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? അടുത്ത പ്രസ്താവന, വർഷം തോറും കേരളത്തിൽ ലഭിക്കുന്ന മഴ 300 സെന്റിമീറ്ററിൽ കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണ്. ശരിയാണോ? ശരിയാണ്. അടുത്ത പ്രസ്താവന നോക്കൂ. ഏറ്റവും വലിയ ജലസംഭരണിയാണ് അണക്കെട്ടുകൾ. അണക്കെട്ടുകളാണോ ഏറ്റവും വലിയ ജലസംഭരണിയായിട്ട് അറിയപ്പെടുന്നത്? ഏതാണ് ഏറ്റവും വലിയ ജലസംഭരണി എന്നറിയപ്പെടുന്നത്? മണ്ണ് ആണ് അല്ലെ. ഏതാണ്? അപ്പൊ ജലസംഭരണിയാണ്, അണക്കെട്ടുകളെല്ലാം മണ്ണാണ്. അപ്പൊ ഏതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്? തെറ്റായ പ്രസ്താവന. 1ഉം തെറ്റ്, 3ഉം തെറ്റ്. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം,
അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മണ്ണ് മലിനീകരണത്തിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മണ്ണ് മലിനീകരണത്തിന് കാരണം, ഇതിപ്പോ നമുക്കൊന്ന് ഒരു പാഠഭാഗം പഠിക്കാതെയും കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. നോക്കിക്കോളൂ. അമിതമായ കന്നുകാലി മേച്ചിൽ, കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഖനന പ്രവർത്തനങ്ങൾ എന്നിവ. ഇതിൽ ഏതാണ് മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നവ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഇവയെല്ലാം എന്തിന് കാരണമാകുന്നു? മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നു, അല്ലേ? ഉറപ്പല്ലേ? പ്ലാസ്റ്റിക്കിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അതൊക്കെ എന്തിന് കാരണമാണ്? മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്ന വസ്തുതകളാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ പറയുന്നില്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫാക്ടിന്റെ ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അല്ലെ? വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വായു മലിനീകരണം. എന്താണ് വായു മലിനീകരണം? അതായത് നമുക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് എന്ത്? ശുദ്ധവായു, അല്ലെ? അപ്പൊ ആ വായു മലിനീകരണം സംഭവിച്ചാല് നമ്മുടെ ജീവൻ തന്നെ തകരാറാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വേഗം പറഞ്ഞോ. സൾഫർ ഓക്സൈഡുകൾ, നൈട്രജൻ ഓക്സൈഡുകൾ, ഹൈഡ്രോ കാർബണുകൾ, പുക, മഞ്ഞ്. ഇതിലേതാണ് വായു മലിനീകരണത്തിന് കാരണമാകുന്നത്? ഇവയെല്ലാം വായു മലിനീകരണത്തിന് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും കാരണമാകുന്നതാണ്, അല്ലെ? വിശ്വം, ഗൗരി, നീതു, ശ്രീജ എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത്. ഓപ്ഷൻ ഡി ആണ്. സൾഫർ ഡൈ ഓക്സൈഡ്, അതായത് ഈ നമ്മള് ഫോസിൽ ഇന്ധനങ്ങളൊക്കെ കത്തിക്കില്ലേ, അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് സൾഫർ ഡൈ ഓക്സൈഡ്. അതുപോലെ വാഹനങ്ങളുടെ എഞ്ചിൻ എന്നൊക്കെ വരുന്നതാണ് നൈട്രജൻ ഓക്സൈഡ്. ഹൈഡ്രോ കാർബൺ അറിയാലോ, അതായത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളുടെ അപൂർണമായ ഈ ജ്വലനം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഈ പുക നിറഞ്ഞ വായു, മീൻസ് വിഷകരമായ വായു അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിന്നാല് നമുക്ക് പലതരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നതിന് എന്തിനാണ് വയസ്സായ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ വായു നമുക്കറിയാലോ എത്രത്തോളം ശുദ്ധവായു നമ്മുടെ അവശ്യ ഘടകമാണെന്ന്. അപ്പൊ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക, ശരിയായവ കണ്ടെത്തുക. ഈ പ്രസ്താവനകളിൽ നിന്ന് എന്താണ്? ചോദ്യത്തിന്റെ തടാകങ്ങളും കുളങ്ങളും ഒക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ജലവുമായി ബന്ധപ്പെട്ട, ജലമലിനീകരണവും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന്, അല്ലെ? നമുക്ക് തടാകങ്ങളിൽ പോഷകങ്ങളുടെ അളവ് കൂടുന്നതിന് കാരണമായ പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്. ശരിയാണ്, അല്ലെ? തടാകങ്ങളിൽ പോഷകങ്ങളുടെ അളവ് കൂടാൻ കാരണമാണ് യൂട്രോഫിക്കേഷൻ. ശരിയല്ലേ? ശരിയാണ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മലിനീകരണ നിരക്കിനെ സൂചിപ്പിക്കുന്നു. എന്താണ്? ബയോളജിക്കൽ ഓക്സിജൻ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഡിമാൻഡ് മലിനീകരണ നിരക്കിനെ സൂചിപ്പിക്കുന്നു. ശരിയാണോ? ശരിയാണ്. അടുത്തത് നോക്കൂ, ജലാശയങ്ങളുടെ നിറവ്യത്യാസത്തിന് കാരണമാകുന്ന അവസ്ഥയാണ് ആൽഗൽ ബ്ലൂം. ശരിയാണോ? ജലാശയങ്ങളുടെ നിറം മാറുന്നതിന് കാരണം എന്താണ്? ആൽഗൽ ബ്ലൂം ആണ്. നിങ്ങൾ ഈ കുളവാഴ എന്ന് കേട്ടിട്ടുണ്ടോ? കുളവാഴ, ഈ കുളവാഴയാണ് അല്ലെങ്കിൽ ആൽഗൽ ബ്ലൂമിന് കാരണം. അപ്പൊ അതുമൂലം ജലാശയങ്ങൾക്ക് എന്ത് സംഭവിക്കാറുണ്ട്? നിറവ്യത്യാസം. ചിലപ്പോൾ ചില വെള്ളങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ തടാകവും കുളവും ഒക്കെ നിറഞ്ഞു നിൽക്കായിരിക്കും, പക്ഷെ അവിടെ നിറയെ കുളവാകളും അതിന് നിറമൊക്കെ മാറി നമുക്ക് പിന്നെ സ്വാഭാവികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും, അല്ലെ? അപ്പൊ ജലാശയങ്ങളുടെ നിറവ്യത്യാസത്തിന് കാരണമാകുന്ന അവസ്ഥയാണ് ഏത്? ആൽഗൽ ബ്ലൂം. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇതിൽ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി തന്നെയാണ് ശരി ഉത്തരം. ഇവയെല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ചുവടെ തന്നിരിക്കുന്ന വസ്തുതകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കണേ. കാർബൺ ഡൈ ഓക്സൈഡ് മറ്റ് ഹരിതഗൃഹവാതകങ്ങളോ
പുറന്തള്ളുന്നത് കുറയ്ക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഓഫ്സൈറ്റിംഗ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അതായത് കാർബൺ ഡയോക്സൈഡോ അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകങ്ങളായ CFCO അല്ലെങ്കിൽ മീഥൈനോ ഒക്കെ പുറന്തള്ളുന്ന അളവ് കുറയ്ക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഓഫ്സൈറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ശരിയായ പ്രസ്താവന. അടുത്തത് നോക്കൂ, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ പിടിച്ചെടുക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കാർബൺ സെക്യൂസ്ട്രേഷൻ എന്നറിയപ്പെടുന്നത്. ശരിയാണോ? അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സംഭരിക്കുകയോ ചെയ്യുന്ന പ്രക്രിയ കാർബൺ സെക്യൂസ്ട്രേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്. അടുത്തത് നോക്കൂ, ഭൂഗർഭ ജിയോളജിക്കൽ ഘടനകളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് സംഭരിക്കുന്ന പ്രക്രിയയാണ് ജിയോളജിക്കൽ കാർബൺ സെക്യൂസ്ട്രേഷൻ എന്ന് പറയുന്നത്. ശരിയാണോ? അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് നോക്കൂ, സസ്യജാലങ്ങളിൽ നിന്നോ മണ്ണിൽ നിന്നോ സംഭരിക്കുന്ന പ്രക്രിയയാണ് ബയോളജിക്കൽ കാർബൺ സെക്യൂസ്ട്രേഷൻ. ശരിയല്ലേ? സസ്യങ്ങളിൽ നിന്നോ മണ്ണിൽ നിന്നോ ആണെങ്കിൽ അതിന് എന്തു പറയുന്നു? ബയോളജിക്കൽ കാർബൺ സെക്യൂസ്ട്രേഷൻ എന്നും, ഭൂഗർഭ ജിയോളജിക്കൽ ഘടനയിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ജിയോളജിക്കൽ കാർബൺ സെക്യൂസ്ട്രേഷൻ എന്നും, ഇനി അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ പിടിച്ചെടുക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് പറയുന്നു? കാർബൺ സെക്യൂസ്ട്രേഷൻ. ഇതെല്ലാം എന്താണ്? ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ? എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ? അടുത്ത ചോദ്യം നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു സുപ്രധാന ടോപ്പിക്കാണ്. നമ്മളെ കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ടോപ്പിക്കാണ് ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നോക്കാം. ദിവ്യ ഹായ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. അല്ലെ? ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തിക്കോളൂ. ഒന്നാമത്തെ, ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ 23-നാണ്. ശരിയല്ലേ? ശരിയാണ്. അടുത്തത്, എല്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളും ഭരണഘടനാ സ്ഥാപനങ്ങളാണോ? ഒരിക്കലുമല്ല. സ്വയംഭരണ അധികാരം ഇല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. അതായത് ഈ ദുരന്ത നിവാരണ അതോറിറ്റികളെല്ലാം തന്നെ സ്വയം ഭരണമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ ആയിരിക്കും. അടുത്തത്, ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ 11 അധ്യായങ്ങളും 79 വകുപ്പുകളും ഉണ്ടായിരിക്കും. ശരിയാണോ? ശരിയാണ്. അടുത്തത്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ശരിയാണോ? തെറ്റാണ്. പ്രധാനമന്ത്രിയാണ്. ചീഫ് ജസ്റ്റിസ് അല്ല, പ്രധാനമന്ത്രി. അല്ലെ? സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ല, പ്രധാനമന്ത്രി ആയിരിക്കും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഉത്തരം ഏതാണ്? 1ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കാണാൻ പറ്റുന്നില്ല അല്ലെ? ഓപ്ഷൻ ഡി. മിനിറ്റ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഏതാണ് ശരി ഉത്തരം? 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ വായിച്ചു കഴിയാത്തതിന് മുന്നേ ആൻസർ പറഞ്ഞു കേട്ടോ. ഓക്കെ, വെൽ ഡൺ. അടുത്ത ചോദ്യം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. 2005 നവംബർ 28-നാണ് ദുരന്ത നിവാരണ നിയമം നമ്മുടെ രാജ്യസഭ പാസ്സാക്കിയത്. അറിയാലോ എന്തിനാണ് അങ്ങനെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞാല് രാജ്യത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, വരൾച്ച ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രളയം, അതുപോലെ തന്നെ സുനാമി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്ടഡ് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആളുകളുടെയും വ്യക്തികളുടെയും ജീവനും സ്വത്തിനും ഒക്കെ നാശനഷ്ടം സംഭവിക്കുമ്പോൾ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നതിനും അതിനു വേണ്ടിയുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം ദുരന്ത നിവാരണത്തിനുള്ള
അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിൽ ഏതാണ് ദുരന്ത നിവാരണത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ച അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഭൗമ ഉച്ചകോടി 1992 നടന്നു, ഹ്യോഗ്യോ കോബെ കോൺഫറൻസ് 2005, സെൻഡായ് കോൺഫറൻസ്, ഇവയെല്ലാം. ഏതാണ് ഇതിൽ ദുരന്ത നിവാരണത്തിനുള്ള അന്താരാഷ്ട്ര സമ്മേളനം? ഏതാണിതില്? ഏതാ പറയുന്നത്? കിട്ടിയോ ആൻസർ? ഇതെല്ലാം തന്നെ. എനിക്ക് ഒരു ഡൗട്ട്, ഭൗമ ഉച്ചകോടി, ഹ്യോഗ്യോ കോബെ കോൺഫറൻസ്, സെൻഡായ് കോൺഫറൻസ്, ഇവയെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ദുരന്ത നിവാരണത്തിന് വേണ്ടി മാത്രമുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങളാണ് കേട്ടോ, വിവിധ തരം. ഇപ്പൊ 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് പരിസ്ഥിതി ഭൗമ ഉച്ചകോടി. അത് പരിസ്ഥിതി ഭൗമ ഉച്ചകോടി ആണെങ്കിൽ പോലും ഇതിന്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ദുരന്ത നിവാരണം തന്നെയായിരുന്നു. ഹ്യോഗ്യോ കോബെ കോൺഫറൻസ് 2005 ജപ്പാനിലാണ് നടന്നത്. ഹ്യോഗ്യോ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ സെൻഡായ് കോൺഫറൻസ് അത് 2015 നടന്നു. ഈ സെൻഡായ് ഫ്രെയിംവർക്കും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇത് ദുരന്ത നിവാരണത്തിനുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഭൗമ ഉച്ചകോടി, ഹ്യോഗ്യോ കോബെ കോൺഫറൻസ്, സെൻഡായ്, ഇവയെല്ലാം എന്താണ്? ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതല്ലേ? ശരി, നമുക്ക് ക്വസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരുത്താം കേട്ടോ. ഓക്കെ, സോറി. ഇപ്പൊ നമുക്ക് ദുരന്ത നിവാരണത്തിനുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം എന്താണ്? ശരിയാണ്. ഭൗമ ഉച്ചകോടി, ഹ്യോഗ്യോ കോബെ കോൺഫറൻസ്, സെൻഡായ് കോൺഫറൻസ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ദേശീയ ദുരന്തങ്ങൾ ഏതെല്ലാമാണ്? നമുക്ക് ദേശീയ ദുരന്തം, അതായത് നമ്മൾ ദുരന്ത നിവാരണം പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് ദുരന്തത്തിൽ ഉൾപ്പെടുന്നത്, ഏതൊക്കെയാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നൊക്കെ പ്രത്യേകിച്ച് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് പറഞ്ഞേ, ഏതൊക്കെയാണ് ഇതിലെ ദേശീയ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, 1ഉം 2ഉം മാത്രമാണോ? ഏതൊക്കെയാണ്? വെള്ളപ്പൊക്കം, വരൾച്ച, ഭൂമികുലുക്കം, കാട്ടുതീ, ശീതാഘാതം, ഹിമാഘാതം, ആലിപ്പഴം വീഴ്ച, സുനാമി. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്? ദേശീയ ദുരന്തങ്ങളായിട്ടാണ്. ഇതിൽ ഏത് സംഭവിച്ചാലും നമ്മൾ അതിന് എന്ത് പറയുന്നു? ദേശീയ ദുരന്തമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഇവയെല്ലാം കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ദേശീയ ദുരന്തങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ അല്ലേ?